വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ചടങ്ങിന് ശേഷം ഇപ്പോൾ MLA എം വിൻസെന്റ് 24-നൊപ്പം ചേരുകയാണ്. ഈ വേദിയിൽ ഇരിപ്പിടമുണ്ടായിരുന്ന രണ്ട് കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് എം വിൻസെന്റ് MLA. വലിയ വർണ്ണാഭമായ ചടങ്ങായിരുന്നു. വലിയ ചടങ്ങുണ്ടായിരുന്നു. ഈ ചടങ്ങ് പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒരു പക്വതയില്ലായ്മയോ ഒരു രാഷ്ട്രീയ താല്പര്യമോ അനുസരിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ കാരണം ചടങ്ങ് നമ്മൾ വിചാരിച്ചതുപോലെ ഒരു വിജയമായില്ല. ഒന്ന്, പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും എല്ലാമുള്ള ഒരു ചടങ്ങിൽ ദേശീയ ഗാനം പോലും അവിടെ ആലപിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായ വസ്തുതയാണ്. പരിപാടി ആരംഭിക്കുകയും സമാപിക്കുകയും ചെയ്യുമ്പോൾ ഒരു ദേശീയ ഗാനം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതാണ്. ആ ദേശീയ ഗാനം ആ ചടങ്ങിൽ ഉണ്ടായില്ല. രണ്ട്, പ്രധാനമന്ത്രിയിൽ നിന്ന് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് കരുതി അതുണ്ടായില്ല. പ്രധാനമന്ത്രി പ്രസംഗത്തിൽ 2-3 തവണ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായി. ഇതുപോലൊരു ചടങ്ങ് അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത് ഒരു അനൗചിത്യമായി പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും മുഖ്യമന്ത്രിയും ഇതൊരു രാഷ്ട്രീയ നേട്ടം തങ്ങളുടെ രാഷ്ട്രീയ നേട്ടമായി മാറ്റാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഈ കരാർ ഒപ്പിട്ട തന്നെ 2015 ഒരു കരാർ ഉണ്ടായി, എവിടെ നിന്നോ ഉണ്ടായി എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ആ കരാർ ഉണ്ടാകാൻ കാരണം മനുഷ്യച്ചങ്ങലയും സമരവുമാണ് എന്ന് പറയുന്നു. ഒരു സമരത്തെ തിരിഞ്ഞു നോക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ്. ഇവിടെ ഫെബ്രുവരി മാസം 10-ാം തീയതി മുതൽ ആശാ വർക്കർമാർ സമരം ചെയ്തിട്ട് എന്ത് നേടി? ഇവരെന്താണ് നേടിക്കൊടുത്തിട്ടുള്ളത്? എന്ത് ചർച്ച നടത്തി? അതുപോലെ തന്നെ വനിതാ റാങ്ക് ഹോൾഡേഴ്സ്, CPO റാങ്ക് ഹോൾഡേഴ്സ് ഉപ്പുകല്ലിൽ നിന്ന് സമരം ചെയ്തു. അപ്പോൾ ഈ സമരം കൊണ്ടാണ് നേടിയെന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി ഈ സമരങ്ങളൊന്നും കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതുണ്ടായത്. ഇവിടെ കാണേണ്ടത്, തുറമുഖം നിർമ്മിക്കേണ്ടത് കൺസഷണയർ കമ്പനിയായ അദാനിയുടെ ഉത്തരവാദിത്തമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതായത് റെയിൽ റോഡ് കണക്ടിവിറ്റി സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടതെന്ന് കരാറിൽ തന്നെ ഉണ്ട്. എന്നിട്ട് ഇത് രണ്ടും പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സർക്കാർ ആ സർക്കാരിൻ്റെ നേട്ടമായിട്ട് പറയണം. അദാനി പൂർത്തിയാക്കിയ ക്രെഡിറ്റ് മുഖ്യമന്ത്രിയും എടുക്കുകയാണ്. മുഖ്യമന്ത്രി ചെയ്യേണ്ടത് റെയിൽ റോഡ് കണക്ടിവിറ്റി യഥാസമയം പൂർത്തീകരിക്കേണ്ടതാണ്. 6 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ്. 2021 പൂർത്തീകരിക്കേണ്ടതാണ് റെയിൽ. ഇവിടെ 6 ലക്ഷം കണ്ടെയ്നർ ഉണ്ടായിട്ട് ഒരു കണ്ടെയ്നർ പോലും പോയിട്ടില്ല. റെയിൽ റോഡ് കണക്ടിവിറ്റി ഇല്ലാതെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നൊരു തുറമുഖം എന്നുള്ള ഒരു പോരായ്മയിലേക്കാണ് ഈ ഗവൺമെൻറ് ഇതിനെ തള്ളിവിട്ടുള്ളത്. ഇപ്പോൾ 3 പേരാണ് പ്രസംഗിച്ചത്. ഈ 3 പേരും ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മന്ത്രി VN വാസവൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും പിണറായി വിജയനാണ് എന്നുള്ളതാണ്. കാലം കാത്തുവെച്ച ഒരു യുഗപുരുഷനാണ് പിണറായി വിജയൻ വിഴിഞ്ഞത്തിനായി എന്നുള്ളൊരു പരാമർശമായിരുന്നു മന്ത്രി VN വാസവൻ നടത്തിയത്. VN വാസവൻ അത്രയല്ലേ പറഞ്ഞുള്ളൂ, ഇതിനപ്പുറം പറയും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടുക എന്നുള്ളതാണ് മന്ത്രിമാരുടെയും അവരുടെ MLA എല്ലാം പ്രധാനപ്പെട്ട ജോലി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ PS ആയിരുന്ന, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുണ്ടായിരുന്ന KK രാഗേഷ് തന്നെ പോസ്റ്റ് ഇടുന്നത് എന്താണ്? കത്തിജ്വലിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കത്തിയെരിയുന്ന സൂര്യനെന്നും ചന്ദ്രനെന്നും എല്ലാം പറഞ്ഞ് വിശേഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ജോലി. ഇതിലൊരു അർത്ഥമില്ലാത്ത വാക്കുകളാണ് ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് ഇവർ പരാമർശിച്ചില്ലെങ്കിലും ആ പേര് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തൂത്ത് കളയാൻ ഇവർക്കൊരിക്കലും സാധിക്കുകയില്ല. ഈ ചടങ്ങ് യഥാർത്ഥത്തിൽ എല്ലാം കൊണ്ടും നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഇവരുടെ ബാലിശമായിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങളിലൂടെ ഈ ചടങ്ങിൻ്റെ എല്ലാ ഗ്ലാമറും നഷ്ടപ്പെട്ടു. തുടക്കത്തിൽ അതെനിക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ദേശീയ ഗാനം ആലപിക്കണമായിരുന്നു. 2, ഈ പഹൽഗാമിൽ മരണപ്പെട്ടവരുടെ കുറിച്ച് പ്രധാനമന്ത്രി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ആ ഭീകരാക്രമണത്തെക്കുറിച്ച് ഒന്നും പ്രധാനമന്ത്രി പറഞ്ഞില്ല. പിന്നെ പ്രധാനമന്ത്രി ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചു, നല്ല കാര്യമാണ്. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം പ്രധാനമന്ത്രി ആദ്യം പോയ ഒരു ചടങ്ങ് ബീഹാറിലെ ചടങ്ങായിരുന്നു. മരണപ്പെട്ട ഉടനെ നടക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന് ഈ അനുസ്മരണമോ വേദനയോ ഒന്നും അവിടെ ബീഹാറിലെ ചടങ്ങിൽ അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. പിന്നെ
കാത്തലിക് ബിഷപ്പ് കൗൺസിൽ പലതവണ പ്രധാനമന്ത്രിയെ കണ്ട് ഈ ഫ്രാൻസിസ് പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണം, അതിനുള്ളൊരു അവസരമൊരുക്കണമെന്ന് പലതവണ പറഞ്ഞു. മരിക്കുന്നത് വരെ നരേന്ദ്രമോദി ഫ്രാൻസിസ് പാപ്പ ഇന്ത്യയിലേക്ക് എത്താനുള്ള ഒരു ക്ഷണിക്കുകയോ അതിനുള്ള നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കാതെ അദ്ദേഹം ഒരുപാട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിൽ എത്തണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ആഗ്രഹം നടത്താതെ പോയത് പ്രധാനമന്ത്രിയും കേന്ദ്ര ഭരണകൂടവുമാണ്. എന്നിട്ട് ഇവിടെ വന്നു നിന്നിട്ട് അദ്ദേഹം ഫ്രാൻസിസ് പാപ്പയെ അനുസ്മരിക്കുന്നത്, അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? അങ്ങനെ ഒരു അനുസ്മരിക്കുന്നത് ഉചിതമായിരുന്നോ? അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയേണ്ടതായിരുന്നു. ഫ്രാൻസിസ് പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാത്ത ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയേണ്ടതായിരുന്നു. രണ്ട്, അദ്ദേഹം മരണപ്പെട്ട ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടന്ന ബീഹാറിലെ ചടങ്ങിൽ ഈ ഫ്രാൻസിസ് പാപ്പയെ അനുസ്മരിക്കേണ്ടതായിരുന്നു. ഇവിടെ വന്ന് ഇത് അനുസ്മരിച്ചത് പറഞ്ഞു വെച്ച് ചെയ്യുന്നത് പോലെ ആയിപ്പോയി. അതുപോലെ തന്നെ പ്രധാനമന്ത്രി കൂടുതൽ സമയം രാഷ്ട്രീയമായിരുന്നു സംസാരിച്ചത്. അതിൻ്റെ ഈ വിഴിഞ്ഞം തുറമുഖത്തെ ചൊല്ലുള്ള ക്രെഡിറ്റിനെ ചൊല്ലുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയും ഇതുപോലൊരു വലിയ ചടങ്ങിൽ അതിൻ്റെ ഭാഗമായി എന്നൊരു ആക്ഷേപമുണ്ടോ? പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഔചിത്യമില്ലായ്മയുടെ ഒരു ഘോഷയാത്രയായിരുന്നു ആ പ്രസംഗത്തിൽ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം മുൻപ് പറയേണ്ടത്, ഒന്ന്, കേരളത്തിൻ്റെ വികസന പദ്ധതികൾക്ക് എന്തെല്ലാം പുതുതായി ചെയ്യാൻ കഴിയും. രണ്ട്, അദ്ദേഹം പ്രസംഗം ആരംഭിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പഹൽഗാമിലെ മരണപ്പെട്ടവരെക്കുറിച്ച് പരാമർശിച്ചു. ഇത് പരാമർശിക്കുകയും തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഒരു ശക്തമായ ഒരു ആക്രമണം അദ്ദേഹം നടത്തും എന്നും നമ്മൾ പ്രതീക്ഷിച്ചു. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയമായി ആക്ഷേപിക്കാനും പരിഹാസം നടത്തുന്നതിനും അദ്ദേഹം ശ്രമിച്ചു. ക്യാമറാമാൻ VS മനീഷിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.